എന്താണ് ഗോ പ്രൊഡക്ഷൻ ഇവിടെ ₹1 പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ബിസിനസ് തുടങ്ങാൻ സഹായിക്കുന്നുണ്ടല്ലോ, എന്താണത് പരിപാടി? തീർച്ചയായിട്ടും ₹1 പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു സംരംഭം ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കൺസൾട്ടൻസികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ ഓൾറെഡി അതിന് വേണ്ടിയുള്ള ഫുൾ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിരിക്കുന്നത് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികൾ UK രജിസ്റ്റർ ചെയ്ത് അവരുടെ കമ്പനി ഫുള്ളി സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻക്വയറിക്കകത്ത് വന്നത്. അപ്പം ഇത്രയും എൻക്വയറി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പം എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് കൺസൾട്ടൻസി ഒരു ഏജൻസിയൊക്കെ UK സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ രജിസ്ട്രേഷൻ മുതൽ ഓഫീസ് സ്പേസ് മുതൽ UK വർക്ക് ചെയ്യാനുള്ള സ്റ്റാഫിംഗ് സിസ്റ്റം വരെ കംപ്ലീറ്റ് നിങ്ങൾക്ക് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ടെന്നുള്ളതാണ് ആസ് എ മാർക്കറ്റിംഗ് ഫേം എന്ന രീതിയിൽ ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഇവിടെ ക്രമീകരിച്ചേക്കുന്ന സംവിധാനം. സാധാരണത്തിൽ UK ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല പൈസ ചെലവുള്ള ഒരു പരിപാടിയാണ്. അത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണോ പറയുന്നത്? തീർച്ചയായിട്ടും അത് ₹1 പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് UK അത് 1-2 സ്ഥലത്തല്ല 5 സ്ഥലത്ത് നമ്മളതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മളിരിക്കുന്നത് ലണ്ടൻ ഓഫീസിലാണ്. ഇപ്പോൾ ലണ്ടൻ ഓഫീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവും. ഇത് കൂടാതെ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എഡ്യൂക്കേഷൻ കൺസൾട്ടിങ് ആയതുകൊണ്ട് തന്നെ കൗൺസിലേഴ്സിന് പ്രോപ്പറായിട്ടും അവരെ കൗൺസിലിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് ഓൾറെഡി നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫ് ഓൾറെഡി ഇവിടെ ആയിക്കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ ശേഷം അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് ഇതിനകത്തുനിന്നൊരു ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ B2B ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ അസോസിയേഷൻസ്, യൂണിവേഴ്സിറ്റികളായിട്ട് ഡയറക്റ്റ് കൊളാബറേഷൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഗൈഡൻസ്, ഇങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളെ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ₹1 പോലും ഇനിഷ്യൽ ലെവൽ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ ഗൈഡൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്തെല്ലാം സൗകര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണേ? UK ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഒന്നാമത്തേത് ഒരു ഓഫീസ് സ്പേസ്. അപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് സ്പേസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമ്മുടെ സ്പേസ് യൂസ് ചെയ്യാം. നമ്പർ 1. നമ്പർ 2, എഡ്യൂക്കേഷൻ ഫീൽഡിൽ നല്ല കൗൺസിലേഴ്സ് ശരിക്കും വേണം. കാരണം കുട്ടികൾക്ക് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞു കൊടുത്ത് ഒരു കൺസൾട്ടൻസിക്കും UK നല്ല ഒരു രാജ്യത്തും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. സോ നല്ല കൗൺസിലർ അല്ലെങ്കിൽ നല്ല കൗൺസിലിംഗ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറ്റിയ നല്ല കൗൺസിലേഴ്സിൻ്റെ ഹെൽപ്പ് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടാവും. ദാറ്റ്സ് നമ്പർ 2. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. മൂന്നാമത്തേത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ഡയറക്റ്റ് അസോസിയേഷൻസും യൂണിവേഴ്സിറ്റിയായിട്ടുള്ള നെറ്റ്വർക്കിങ്ങും ഇത് കൂടാതെ B2B കൺസൾട്ടൻസ് ആയിട്ടുള്ള നെറ്റ്വർക്കിങ്ങും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് UK സർവീസ്. അതേസമയം തന്നെ കേരളത്തിലും ഓഫീസ് സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ. അറ്റ് ദ സെയിം ടൈം അവിടെ കൗൺസിലേഴ്സോ ടെലികോളേഴ്സോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് പേയ്മെൻറ്റ് കൊടുക്കും. കാരണം നമ്മൾ UK ബേസ്ഡ് സ്ഥാപനമാണ്. നമുക്ക് UK മാത്രമേ ബ്രാഞ്ചുകളുള്ളൂ. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള സ്പേസും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തരാം. പക്ഷേ അവിടെ സ്റ്റാഫിനെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള എക്സ്പെൻസ് ആയിരിക്കും. പക്ഷേ UK നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഫുൾ ഫ്ലെഡ്ജ് സപ്പോർട്ട് തരാം. എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ചെറിയൊരു മുറിവുറുപ്പുള്ളൊരു കാലമാണ് സത്യത്തിൽ. ഇത് സത്യത്തിൽ വിദേശ പഠനത്തിന് നല്ല കാലമാണോ? കാരണം ഒരുപാട് കുട്ടികൾ ഇവിടെ എത്തിയിട്ട് ജോലിയില്ല, പഠിക്കാൻ വന്നത് അത്ര നന്നായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? വിദേശ വിദ്യാഭ്യാസത്തിന് നല്ല കാലം ചീത്തക്കാലം എന്നൊന്നും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ വിദ്യ അഭ്യസിക്കുന്നതിനൊരു നല്ല കാലം എന്ന് പറഞ്ഞൊരു കാലമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അതിനുള്ള ആപ്റ്റായിട്ടുള്ള ടൈം ആണെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാൻ നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശത്ത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ UK ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK എക്കാലത്തും വിദേശ വിദ്യാഭ്യാസം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിൽ നിന്നും കുട്ടികൾ വരാൻ എപ്പോഴും സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രാജ്യമാണ് UK. അത് നിയമത്തിൻ്റെ കാര്യത്തിലായാലും വെൻ ഇറ്റ് കംസ് ടു യൂണിവേഴ്സിറ്റി ഫീസ് ആണെന്ന് പറഞ്ഞാൽ പോലും കുട്ടികൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് 10 യൂണിവേഴ്സിറ്റീസ് എടുത്താൽ അതിനകത്ത് മിക്ക യൂണിവേഴ്സിറ്റീസും UK തന്നെയുള്ള യൂണിവേഴ്സിറ്റീസാണ്. അപ്പം അതുകൊണ്ട് തന്നെ UK വന്ന് പഠിക്കണമെന്നുള്ളത് ഒരുപാട് കുട്ടികളുടെ ഒരു വലിയ ഡ്രീം തന്നെയാണ്. അതിന് കാരണം
തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ്. അപ്പോൾ UK നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അന്നും ഇന്നും പ്രൊവൈഡ് ചെയ്യുന്നു, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈം ജോബിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് ക്രൈസിസ് ഇവിടെയുള്ള കുട്ടികൾ നേരിടുന്നുണ്ട്. അപ്പം അതിനകത്ത് ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസ്ക് എലമെൻറ്റ്സ് കണ്ടിട്ടേ പഠിക്കാൻ വരാവുള്ളൂ. നമ്മൾ ഏതൊരു കാര്യം നമ്മളിവിടെ വരുമ്പം ഇത് പാർട്ട് ടൈം ജോബിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവും. അപ്പോൾ ഒരു 50-50 ചാൻസ് ആണ് ജോലിയുടെ കാര്യത്തിലെങ്കിൽ. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ 100% ആണ്. അപ്പം അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇപ്പോഴും നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് UK. പഠിക്കാൻ മാത്രമല്ല, ജോലിയും ജോലിയിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും ഒക്കെ ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് UK. കാരണം ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ ജോലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്വാളിറ്റി, നമുക്ക് ഒന്ന് നമ്മുടെ ലാംഗ്വേജ് സ്കില്ല്, 2 ഇൻ്റർവ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ശേഷം നല്ല ലാംഗ്വേജും നല്ല സ്കില്ലും അതോടൊപ്പം തന്നെ അതുപോലെ കോമ്പിറ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പോടാണ് മത്സരിക്കുന്നത്. കാരണം നമ്മളിപ്പം ഇന്ത്യൻ സിനാരിയോ വെച്ച് മലയാളികൾ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് ഉള്ളവരായിട്ട് നമ്മൾ മത്സരിക്കുന്നു. 2 മറ്റു പല രാജ്യം, ഇപ്പം ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്, ചൈന പോലുള്ള രാജ്യത്തു നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്, ഫിലിപ്പീൻസ്, നേപ്പാൾ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ അവരുമായിട്ടും കൂടെ നമ്മൾ മത്സരിക്കുമ്പം നമ്മളെ കഴിഞ്ഞ് വേഗത്തിൽ അവർക്ക് ജോലി കിട്ടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമ്മൾ വി ഷുഡ് ബി കോമ്പറ്റൻറ്റ് ഇനഫ് ടു ഗെറ്റ് എ ജോബ്. നമ്മൾ അതിനുള്ള കോമ്പിറ്റൻസി നമുക്ക് വേണം. പ്ലസ് നമ്മൾ കീപ് ട്രൈയിങ്. 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ആയിരിക്കത്തില്ല. ചിലപ്പോൾ PSWൻ്റെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ കുട്ടികൾ, അതായത് 1 വർഷത്തെ പഠനം കഴിഞ്ഞ ശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ നിന്ന് 2 വർഷത്തിനൊക്കെ ശേഷം ജോലി കിട്ടാതെ ലാസ്റ്റ് മൊമെൻറ്റിൽ കിട്ടിയവരുണ്ട്, ജോലി കിട്ടാതെ തിരിച്ചു പോയവരുണ്ട്. അപ്പം ജോലി എന്നത് ഇവിടെ വന്ന് പഠിച്ചു എന്ന കാരണത്താൽ ജോലി കിട്ടണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. അപ്പം ജോലിക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണം. അല്ല, ഗോ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയല്ലേ? അതെ. അപ്പോൾ എപ്പോഴാണ് ഇത് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ചെയ്ത്? നമ്മളെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് സമീപിച്ച സ്ഥാപനങ്ങളെല്ലാം എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളാണ്. അപ്പം ഞങ്ങൾ ഇപ്പം ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തതിന് ശേഷം ഇത്രയും സ്വീകാര്യത വീഡിയോയ്ക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങൾ, ഇത്രയും പേര് വ്യത്യസ്തമായ രീതിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനകത്ത് ഇത്രയും പേര് വിദേശ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞേക്കുന്ന കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഇപ്പോൾ ബിസിനസ് രജിസ്ട്രേഷൻ UK ചെയ്ത് കൊടുത്തു. അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇനീഷ്യൽ ലെവൽ സപ്പോർട്ട് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം ഓഫീസ് സ്പേസ് എന്ന രീതിയിലേക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്പേസ് കണ്ടെത്തി. അപ്പം ഇത്രയും ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് വയബിളായിട്ട് നമ്മുടെ തന്നെ ഓഫീസ് സ്പേസ് തന്നെ, ഇപ്പം നമുക്കിപ്പം UK തന്നെ ഇപ്പം 3 സ്ഥലത്ത് നമുക്ക് സ്പേസായി. 2 ഇടത്തേക്കും കൊണ്ട് നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി തന്നെയുള്ള ടീം മെമ്പേഴ്സിന് വരുന്ന സ്പേസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് ആണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും കീ എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റിങ്ങിന് വേണ്ട കാര്യങ്ങൾ നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് നമ്മുടെ സ്പേസ് നിങ്ങൾക്കും യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ ആക്കി നമ്മൾ ചെയ്യുന്നത്. നമ്മളെന്തായാലും ഇവിടെ സ്പേസ് ഉണ്ട്, നമുക്ക് ഇത്രയും സൗകര്യങ്ങളുണ്ട്, സോ നിങ്ങൾക്കൂടെ അത് ഷെയർ ചെയ്യാം എന്നുള്ള ആശയത്തിലാണ് ഞങ്ങൾ ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചത്. എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് മാത്രമല്ല, ഞങ്ങൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് പ്രാധാന്യം കൊടുക്കാനുള്ള റീസൺ, ഒരുപാട് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീം, ഒരു ഹോൾ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പുതിയതായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. അവർക്ക് വേണ്ടി എന്ന രീതിയിലേക്കും അവർക്ക് ഓൾറെഡി കൊടുത്ത ഓഫർ തന്നെയാണിത്. സോ നിങ്ങൾക്കും ഈ ഓഫർ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മാർക്കറ്റിംഗ് കാര്യത്തിൽ ആസ് യൂഷ്വൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പ്രീവിയസ് വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ സർവീസുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കോർ ആയിട്ടുള്ള ഏരിയ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇത് UK മാത്രമാണോ അത് മറ്റു രാജ്യക്കാർക്കും സാധ്യമാണോ? ഗുഡ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും മെയിൻലി UK ഒരു ഓഫീസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും, ഏത് രാജ്യത്തുള്ളവർക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കാം. അതിനുവേണ്ടി ഗൈഡൻസ് നമ്മൾ പറഞ്ഞുതരാം. പക്ഷേ മറ്റു രാജ്യത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മെയിൻലി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് UK ആണ്. UK 5 ഡിഫറെൻറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് നമുക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വിളിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ബട്ട് അറ്റ് ദ സെയിം ടൈം മറ്റ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും UK ഒരു ഓഫീസ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് തന്നെ UK ഒരു ബ്രാൻഡ് വേണം, UK ഒരു ബിസിനസ്, എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ബേസ് ചെയ്തൊരു ബിസിനസ് വളർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് തരാം. അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ഉള്ളവർക്കും അവിടെ നമുക്ക് ഓഫീസ് സ്പേസ് ഉണ്ട്. പക്ഷേ സ്റ്റാഫിൻ്റെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അതിനും തക്കതായ രീതിയിലുള്ള അത്രയും വലിയ നമ്പർ ഓഫ് സ്റ്റാഫ് നമുക്കില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഓഫീസ് സ്പേസ് നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി അല്ലാതെ മറ്റ് ബിസിനസ് ചെയ്യാനും ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. അതിന് എന്ത് ഹെൽപ്പാണ് നമ്മൾ കൊടുക്കുന്നത്? ഓക്കെ, പ്രീവിയസ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ
മാർക്കറ്റിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ. അപ്പം മാർക്കറ്റിങ്ങിനകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെർട്ടൈസ്ഡ് ആയിരിക്കുന്നതും. അപ്പം മാർക്കറ്റിങ്ങിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് കമ്പനികൾക്കായാലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് വന്നേക്കുന്ന ഏറ്റവും കൂടുതൽ കമ്പനികൾ നമ്മളെ സമീപിച്ചത് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് ആണ്. അപ്പം അതുകൊണ്ട് അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് ഈ ഓഫർ കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ബാക്കി എല്ലാ ബിസിനസ്സുകാർക്കും വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ആസ് യൂഷ്വൽ അപ്പോഴും അവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ ബിസിനസ്സുകാർക്ക് കോ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണെന്നാണോ ഈ പറഞ്ഞു വരുന്നത്? മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റ് സൊല്യൂഷനാണ്. നിങ്ങൾ വേറൊരു സ്ഥാപനത്തിലേക്ക് പോകണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ. ഒരു കാര്യം മറക്കണ്ട, ഈ പറയുന്ന ചാനൽ ഇപ്പോൾ വന്നേക്കുന്ന അജീഷിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കൂടാതെ നമുക്കും പ്രൊമോഷൻ ഇത് കൂടാതെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദയവേത് വിളിക്കുക. ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. മെയിൽ വഴി അയക്കാം. മെയിൽ വഴി സംസാരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് യാതൊരു ഓപ്ഷനില്ല, പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും ഒഫീഷ്യൽ ടൈമിൽ തന്നെ. അപ്പോൾ നമ്പറും എല്ലാ സാധനങ്ങളും കൊടുത്തേക്കാം. പിന്നല്ല.